ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA BCom സെക്കൻഡ് സെമ്മിൻ്റെ ലാംഗ്വേജ് പേപ്പറായ മലയാള സാഹിത്യത്തിലെ സെക്കൻഡ് ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് ബ്ലോക്ക് കഥയാണ്. അതിൽ 4ാമത്തെ യൂണിറ്റ് ഒരു ചെറുകഥയാണ്. നമ്മൾ കാരൂർ നീലകണ്ഠപിള്ളയുടെ മരപ്പാവകൾ എന്ന് പറയുന്ന ചെറുകഥയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു വിശദീകരണമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഒപ്പം പെയ്ഡ് നോട്ട്സ് ഉണ്ട്. വിവിധ സബ്ജക്റ്റുകളുടെ BAൻ്റെ വിവിധ സബ്ജക്റ്റുകളുടെ പെയ്ഡ് നോട്ട്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും ഉണ്ട്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു. അപ്പോൾ വാട്സപ്പിൽ വരികയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരാം. പെയ്ഡ് നോട്ട്സാണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. 4ാമത്തെ ബ്ലോക്ക് പറഞ്ഞല്ലോ, മരപ്പാവകൾ എന്ന ഒരു ചെറുകഥയാണ്. ആരുടെ? കാരൂർ നീലകണ്ഠപിള്ളയുടെ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1898 മുതൽ 1975 വരെ. അപ്പോൾ അത് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ എന്നോണം അദ്ദേഹത്തെക്കുറിച്ചും കാര്യങ്ങളൊന്ന് പഠിക്കാം. കലയെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ പങ്കുവെക്കുകയാണ് മരപ്പാവകൾ എന്ന കഥയിലൂടെ കാരൂർ നീലകണ്ഠപിള്ള ചെയ്യുന്നത്. ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തളർന്നു പോകാതെ അതിനെ അതിജീവിച്ച ഒരു സ്ത്രീയുടെ അവസ്ഥയാണ് രസകരമായ രീതിയിൽ കാരൂർ മരപ്പാവകൾ എന്ന കഥയിൽ അവതരിപ്പിക്കുന്നത്. ആശാരിപ്പറമ്പിൽ ചെല്ലുന്ന ഒരു എന്യൂമറേറ്റർ, ഒരു കണക്കെടുക്കാൻ ചെല്ലുന്ന ഉദ്യോഗസ്ഥനായ അവരെയാണ് നമ്മൾ എന്യൂമറേറ്റർമാർ എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന തൻ്റെ ഇടക്കാരിയും ശുദ്ധഹൃദയയും സരസയും കലാകാരിയുമായ നളിനി എന്ന ഒരു സ്ത്രീയാണ് മരപ്പാവകൾ എന്ന കഥയിലെ മുഖ്യ കഥാപാത്രം. അപ്പോൾ നമ്മൾ ആദ്യം കാരൂർ നീലകണ്ഠപിള്ളയെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, അതൊന്ന് നോക്കാം. മനുഷ്യ സ്നേഹത്തിൻ്റെയും ഗ്രാമീണ വിശുദ്ധിയുടെയും കഥകൾ മലയാളിക്ക് സമ്മാനിച്ച എഴുത്തുകാരനാണ് കാരൂർ നീലകണ്ഠപിള്ള. മലയാള ചെറുകഥയിലെ എക്കാലത്തെയും രാജശില്പി ആയിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. ലളിതമായ ഭാഷയും ഹൃദ്യമായ അവതരണവുമാണ് കാരൂർ കഥകളുടെ പ്രധാന പ്രത്യേകത. ഏറെ പ്രിയപ്പെട്ട ഒരാൾ അടുത്തിരുന്ന് കഥ പറയുന്ന ഒരു അനുഭവമാണ് കാരൂറിൻ്റെ കഥ വായിക്കുമ്പോൾ നമുക്ക് വായനക്കാർക്ക് അനുഭവപ്പെടുന്നത്. കേവലം വായനാനുഭവം എന്നതിൽ കവിഞ്ഞ് ജീവിതത്തിൻ്റെ ആഴവും സങ്കീർണതയും അനുഭവിക്കാൻ കഴിയുന്ന സാഹിത്യരൂപമായി മലയാള ചെറുകഥയെ മാറ്റിയെടുത്ത ഒരു എഴുത്തുകാരൻ കൂടിയാണ് കാരൂർ. പുറമേ ലളിതവും സാധാരണവുമെന്ന് തോന്നിപ്പിക്കുന്ന രചനകളിലൂടെ മനുഷ്യൻ്റെ അവസ്ഥയുടെ അഗാധവും സംഘർഷഭരിതവുമായ ആന്തരിക ലോകം അദ്ദേഹം നമുക്ക് വരച്ചു കാട്ടുന്നുണ്ട്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ സ്ഥാപകനാണ് അദ്ദേഹം. അതുപോലെ അധ്യാപക സംഘടനാ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകൻ എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. 1969 മോതിരം എന്ന അദ്ദേഹത്തിൻ്റെ കഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മലയാള ചെറുകഥാ സാഹിത്യത്തിൻ്റെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിച്ച എഴുത്തുകാരനാണ് കാരൂർ നീലകണ്ഠപിള്ള. കാരൂർ കഥകളെ മന്ദസ്മിത പ്രസ്ഥാനം എന്നാണ് CJ തോമസ് വിശേഷിപ്പിച്ചത്. പാശ്ചാത്യ സാഹിത്യത്തിൽ നിന്ന് സംക്രമിച്ചെത്തിയ ചെറുകഥ എന്ന സാഹിത്യരൂപത്തിൻ്റെ അതിൻ്റെ കലാരൂപം അല്ലെങ്കിൽ അതിൻ്റെ കലാതന്ത്രം ഏറ്റവും മികവോടെ പ്രയുക്തമാക്കിയ നവോത്ഥാന കാല കഥാകൃത്ത് കൂടിയാണ് കാരൂർ നീലകണ്ഠപിള്ള. ഭാവസൂക്ഷ്മതയും ശില്പഭദ്രതയും ഒട്ടും പ്രകടനാത്മകമല്ലാതെ കാരൂർ കഥകളിൽ കുത്തിയോജിപ്പിച്ചിട്ടുണ്ട്. തൻ്റെ സമകാലികരിൽ പലർക്കും ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം ആർക്കുണ്ടായിരുന്നില്ല, കാരൂരിനുണ്ടായിരുന്നില്ല. എങ്കിലും പാശ്ചാത്യ മാതൃകയിലുള്ള ചെറുകഥ എന്ന സാഹിത്യരൂപത്തിൻ്റെ ഏകാഗ്രവും സംക്ഷിപ്തവുമായ ശില്പ സ്വഭാവം അക്കൂട്ടത്തിൽ ഏറ്റവും നന്നായി പ്രകടിപ്പിച്ചത് കാരൂർ നീലകണ്ഠപിള്ളയാണ് താനും. ഏത് മാനദണ്ഡം വെച്ച് അളന്നാലും കാലത്തിൻ്റെ പരീക്ഷണത്തെ അതിജീവിക്കാൻ കരുത്തുള്ള ചെറുകഥകളാണ് കാരൂരിൻ്റേത്. യഥാർത്ഥത, അതായത് റിയലിസ്റ്റിക്കായിട്ട്, യഥാർത്ഥത എന്ന് പറഞ്ഞാൽ റിയലിസ്റ്റിക്, അതിൻ്റെ യാഥാർത്ഥ്യത്തോടു കൂടി എന്ന് പറയാം. യഥാർത്ഥമായ ആഖ്യാന സങ്കേതത്തിൻ്റെ സാധ്യതകളിൽ ഉറച്ചു നിന്നിട്ടാണ് കാരൂർ കഥ രചന ആരംഭിച്ചത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മികച്ച ചെറുകഥകളെല്ലാം അതിനപ്പുറത്തേക്ക് മെല്ലെ ചുവട് വെക്കുന്നുണ്ടോ അല്ലെങ്കിൽ നീങ്ങിപ്പോകുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നിയേക്കാം. ആ രീതിയിലാണ് കാരൂരിൻ്റെ രചനകൾ ഉള്ളത്. വാമൊഴി പാരമ്പര്യത്തിൻ്റെ ആഖ്യാന സാധ്യതകൾ കാരൂരിൻ്റെ കഥാരചനയെ ആഴത്തിൽ പ്രചോദിച്ചിട്ടുണ്ട്. ഐതിഹ്യങ്ങളുടെയും സാരോപദേശ കഥകളുടെയും സംക്ഷിപ്ത രൂപം അവയിൽ പലതിലും നമുക്ക് കാണാനും അദ്ദേഹത്തിൻ്റെ ചെറുകഥകളിൽ പലതിലും നമുക്ക് കാണാനും കഴിയും. ഇത്തരത്തിലുള്ള സാധ്യതകളെ സ്വീകരിക്കുമ്പോഴും
കഥയുടെ അല്ലെങ്കിൽ ചെറുകഥയുടെ അടിസ്ഥാന സ്വഭാവം നിലനിർത്തുന്നു എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ളൊരു വസ്തുത. രചനാപരമായ മികവാണ് യഥാർത്ഥമായ ജീവിതചരിത്രങ്ങൾക്ക് പോലും ഒരു അധികമാനം നൽകുന്നത്. മനുഷ്യബന്ധങ്ങളുടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അനുഭവങ്ങളുടെ മഹാവിപിനങ്ങളിലൂടെ സാഹസിക സഞ്ചാരം നടത്തുകയും ചെയ്ത കഥാകാരനാണ് കാരൂർ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അതിജീവനത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയുടെ തുടിപ്പ് കാരൂരിൻ്റെ ഒട്ടുമിക്ക കഥകളിലും കാണാൻ കഴിയും. കഥ ജീവിതത്തിൻ്റെ നേറാഖ്യാനമാവുമ്പോഴും വിമർശനമാവുമ്പോഴും അതിജീവനത്തിൻ്റെ സാധ്യത അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട്. അതായത് വിമർശിച്ചുകൊണ്ട് എഴുതുകയാണെങ്കിൽ പോലും അവിടെ അതിജീവനത്തിൻ്റെ സാധ്യത അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട്. കാരൂരിൻ്റെ അധ്യാപക കലകൾ എന്ന അദ്ദേഹത്തിൻ്റെ കൃതി ഇതിന് ഏറ്റവും മികച്ച ഒരു ഉദാഹരണവും കൂടിയാണ്. കാലാതിവർത്തിയായി ആസ്വാദക ലോകം നെഞ്ചേറ്റത്, കാലാവർത്തി എന്ന കാലങ്ങൾ കടന്നിട്ടായാലും ആസ്വാദക ലോകം നെഞ്ചേറ്റിയിട്ടുള്ള കഥകളാണ് കാരൂരിൻ്റേത്. കാലത്തിൻ്റെ സ്പർശം കൊണ്ട് ക്ലാവ് പിടിക്കാത്തവയാണ് അദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം. കാലാതിവർത്തിയായ വായനയെ അർത്ഥസാന്ദ്രമാക്കാനുള്ള ആന്തരികോർജം അദ്ദേഹത്തിൻ്റെ കഥകൾക്കുണ്ട്. ഈ സവിശേഷതയാണ് ആനുകാലിക പ്രവണതകളെയും പ്രസ്ഥാനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് കാലാന്തരത്തിലും പുതുമയുള്ള അല്ലെങ്കിൽ പുതുമയോടുകൂടിയ അല്ലെങ്കിൽ ഒരു എന്താ പറയുക പുതുമ പകർത്താൻ അങ്ങനെ ആ രീതിയിൽ നമുക്ക് പറയാം. അങ്ങനെ കഴിയുന്ന ഒരു പ്രാപ്തി, അതിനുള്ളൊരു പ്രാപ്തി അദ്ദേഹത്തിൻ്റെ കലയ്ക്ക് ഉണ്ടാകുന്നതും അല്ലെങ്കിൽ അദ്ദേഹം അതിന് നൽകുന്നതും അതുകൊണ്ടാണ്. നമ്മൾ കഥയിലേക്ക് പോവാണ്. മൊത്തത്തിലൊന്ന് ചുരുക്കിയിട്ട് ആദ്യം പറയാം. സാഹിത്യ നിരൂപകനായ എം കൃഷ്ണൻ നായരുടെ അഭിപ്രായത്തിൽ മലയാള സാഹിത്യത്തിലെ അദ്വിതീയമായ ചെറുകഥയാണ് കാരൂർ നീലകണ്ഠപിള്ള രചിച്ച മരപ്പാവകൾ എന്ന് പറയുന്നത്. ഈ കഥയിൽ ആശാരിപ്പറമ്പിൽ, അത് ഒരു ഇനീഷ്യലായിട്ട് നമ്മൾ പറയില്ല, അങ്ങനെ ആശാരിപ്പറമ്പിൽ നളിനി എന്ന ശില്പത്തെ കാരൂർ വാക്കുകൾ കൊണ്ട് വാർത്തെടുക്കുകയാണ്. അവളുടെ സംഭാഷണങ്ങളിലൂടെ അവൾ അനുഭവിക്കുന്ന ജീവിത വേദനയുടെ ഉള്ളിലേക്ക് കഥ സഞ്ചരിക്കുകയാണ്. ജനസംഖ്യ കണക്കെടുക്കാനെത്തുന്ന എന്യൂമറേറ്ററും അവിടുത്തെ അന്തേവാസിയായ നളിനി എന്ന ചെറുപ്പക്കാരിയുമാണ് മരപ്പാവകളിലെ പ്രധാന കഥാപാത്രങ്ങൾ. 23 വയസ്സുള്ള സുന്ദരിയായ നളിനി വിവാഹിതയാണെങ്കിലും ഇപ്പോൾ വിധവയാണ്. ദാമ്പത്യത്തിലെ പൊരുത്തക്കേടുകൾ കൊണ്ട് വീട്ടിലെത്തുകയും പിന്നീട് തനിക്ക് നേരിടേണ്ടി വന്ന അവസ്ഥകളുമൊക്കെ കഥയിൽ അതിമനോഹരമായിട്ട് അദ്ദേഹം കാരൂർ വിവരിക്കുന്നുണ്ട്. കഥയിലേക്ക് പോകാം നമുക്ക്. കാരൂരിൻ്റെ കഥാപ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ വിമർശക ശ്രദ്ധ പിടിച്ചു പറ്റിയ കഥയാണ് മരപ്പാവകൾ. ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്ക് വിധേയമായ കഥയാണ് മരപ്പാവകൾ. 1963 ഈ കഥ പ്രസിദ്ധീകരിച്ചത്. സ്ത്രീ ഹൃദയത്തിൻ്റെ ആഴങ്ങൾ തേടിയുള്ള മനഃശാസ്ത്രപരമായ വീക്ഷണം ഈ കഥയിൽ ഉൾക്കൊള്ളുന്നുണ്ട്. പ്രമേയ സ്വീകരണത്തിൽ പതിവ് രീതിയിൽ നിന്ന് വ്യതിചലിച്ച് അല്ലെങ്കിൽ വ്യത്യസ്തമായി പുതിയ ഒരു, അതായത് അല്ലെങ്കിൽ നൂതനത്വം പുതുമ നിലനിർത്തുന്നതിലുള്ള കഥാകാരൻ ശ്രദ്ധ, അതിനുവേണ്ടി അദ്ദേഹം ചെലുത്തിയ ശ്രദ്ധ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. അതായത് ആ പഴയ രീതി ഒഴിവാക്കിയിട്ട് ഒരു പുതിയ രീതി കഥയുടെ എഴുത്തിലേക്ക് ഇതിലൂടെ കൊണ്ടുവരുന്നുണ്ട്, കാരൂർ കൊണ്ടുവരുന്നുണ്ട്. കഥ ആരംഭിക്കുന്നത് കണക്കെടുക്കാൻ വരുന്ന എന്യൂമറേറ്ററിൽ നിന്നാണ്. അപരിചിതരായ രണ്ട് മനുഷ്യരുടെ വിനിമയങ്ങളിലൂടെ, അതായത് അവരുടെ ആശയ കൈമാറ്റങ്ങളിലൂടെയാണ് കൂടുതൽ ചിത്രം വെളിവാക്കി തരുന്നത് കഥയിൽ. ഈ നളിനി എന്ന സ്ത്രീക്ക് 23 വയസ്സ് പ്രായമുണ്ട്. 23 വയസ്സുള്ള നളിനി എന്നൊരു സ്ത്രീ ജനസംഖ്യ കണക്കെടുക്കാൻ വരുന്ന ഒരു ഉദ്യോഗസ്ഥനും അയാളുടെ ചോദ്യങ്ങളുടെ രീതിയും അവൾക്കൊരു തമാശയായിട്ടാണ് തോന്നുന്നത്. പിന്നെ അപരിചിതത്വമൊക്കെ നീങ്ങുമ്പോൾ കയറിയിരിക്കാൻ അവൾ പറയുന്നുണ്ട് ആരോടെ, എന്യൂമറേറ്ററോട്. തുടർന്നുള്ള സംഭവവികാസങ്ങളിലൂടെ ജീവിതവും നിലനിൽപ്പിനുള്ള പിടച്ചിലുകളും കഥാകൃത്തിയുടെ ആ സംഭാഷണത്തിലൂടെ ഇങ്ങനെ ആവിഷ്കരിക്കുകയാണ്. ഭർത്താവുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കണക്കെടുക്കാൻ വരുമ്പോൾ ചോദിക്കുമല്ലോ പല ചോദ്യം, അതേ രീതിയിൽ അപ്പോൾ എന്യൂമറേറ്റർ നളിനിയോട് ചോദിക്കുകയാണ്, ഭർത്താവുണ്ടോ? അത് ചോദിച്ചപ്പോൾ ഇല്ലെന്നോ ഉണ്ടെന്നോ എഴുതിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ചോദിക്കുകയാണെന്ത്, ഉണ്ടെന്ന് എഴുതിയാലും ഇല്ലെന്ന് എഴുതിയാലും അർത്ഥം ഒന്നല്ലല്ലോ, ഉണ്ടെന്ന് എഴുതാനും ഇല്ലയെന്ന് എഴുതിയാലും ഒരേ അർത്ഥമല്ലല്ലോ വരിക എന്ന് എന്യൂമറേറ്റർ അത് പറഞ്ഞപ്പോൾ, എന്നാൽ ഉണ്ടെന്ന് തെളിയാതെ എഴുതിക്കോളൂ എന്നാണ് നളിനി മറുപടി കൊടുക്കുന്നത്. ഈ മറുപടിയിലൂടെ അവളുടെ ദാമ്പത്യ ജീവിതത്തിലെ താളഭംഗങ്ങൾ, പാകപ്പിഴവുകൾ, മറ്റും വിശദീകരണങ്ങളുടെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് വ്യക്തമാവുകയാണ്. എന്ന് പറഞ്ഞാൽ ഉണ്ടായപ്പോഴും എൻ്റെ അവസ്ഥ തന്നെയാണ്, ഇല്ലാത്തപ്പോഴും എൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. അപ്പോൾ ഉണ്ടെന്ന് തെളിയാതെ എഴുതിക്കോളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ ജീവിതം എന്നും ഒരേപോലെ തന്നെയാണ്, അതായത് ഒരുപാട് പ്രശ്നങ്ങളുള്ള ജീവിതമാണ് എന്നാ പറയാതെ പറയുകയാണ് ആര്, നളിനി. പൊരുത്തക്കേടുകൾ നിറഞ്ഞ കുടുംബത്തിനകത്ത് അവനവനെ ആവിഷ്കരിക്കാൻ കഴിയാത്തതിൻ്റെ വേദനയിൽ കഴിയുന്ന ഒരു കലാകാരിയുടെ സങ്കീർണമായ മനസ്സിലൂടെയാണ് കഥാകൃത്ത് സഞ്ചരിക്കുന്നത്. പ്രമേയഘടനയിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നിൽക്കുന്ന പശ്ചാത്തലമാണ് ജനസംഖ്യാ കണക്കെടുപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ കഥയുടെ പ്രമേയത്തിൽ പി.കെ. രാജശേഖരൻ
ഇതിനെ ഇങ്ങനെയാണ് വിലയിരുത്തുന്നത്. ഇങ്ങനെ ആധുനിക അധികാര സ്ഥാപനങ്ങളുമായി ഗാഢബന്ധമുണ്ട് ശാസ്ത്രീയമായ ജനസംഖ്യാ ഗണനാ സംവിധാനത്തിന്. 18-ാം നൂറ്റാണ്ട് മുതലാണ് ഈ സ്ഥിതിവിവര കണക്ക് സമ്പ്രദായത്തെ അധികാരം അതിൻ്റെ പ്രധാന പ്രയോഗതന്ത്രങ്ങളിൽ ഒന്നായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയത്. 18-ാം നൂറ്റാണ്ടിൽ കണക്ക് ബ്രിട്ടീഷുകാരുടെ സമയത്ത് തന്നെ അവർ കണക്കെടുപ്പ്, പക്ഷെ അവർ കൃത്യമായ കണക്ക് നമ്മളോട് പറയില്ലായിരുന്നു. നമ്മളുടെ മരണനിരക്കൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിയുമല്ലോ. അപ്പം അന്നേ എന്തുണ്ട്, കണക്കെടുപ്പുണ്ട്. പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മളത് ഓരോ 10 വർഷം കഴിയുമ്പോഴും എടുക്കുന്ന രീതി, അത് വേറെ വശം പോട്ടെ, നമ്മുടെ കഥയിൽ വരുന്നതല്ല. ഒന്ന് സാന്ദർഭികമായിട്ടൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. കണക്കെടുപ്പിൻ്റെ സാമൂഹികക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ അധികാരം ഉപയോഗിച്ച് തുടങ്ങിയത് കണക്കെടുപ്പിലൂടെയാണ് അതിനൊരു തുടക്കം തുടങ്ങിയത്. സാംസ്കാരികമായ ഒരു അബോധ ഘടനയുള്ള ജനതയിൽ നിന്ന് ഭിന്നമാണ് ജനസംഖ്യ. അത് വെറും ആൾക്കൂട്ടത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഇച്ഛാനുസരണം നയിക്കാവുന്ന സമുച്ചയം മാത്രമാണ്. അധികാരത്തിനാവശ്യം ഈ സമുച്ചയമാണ് എന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വസ്തുതയുമാണ്. എന്യൂമറേറ്റർ തൊഴിലുമായിട്ട്, അദ്ദേഹത്തിൻ്റെ തൊഴിലാണല്ലോ, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കോളം പൂർത്തിയാക്കാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, ആരോട്? നളിനിയോട് ചോദിക്കുമ്പോൾ, നളിനിയുടെ ഇടപെടൽ നർമ്മത്തോടെയാണെങ്കിലും അവരുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യം അവിടെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം കലാസൃഷ്ടികളായ പാവകളുമായിട്ട് നളിനി കടന്നു വരുന്നതോടെയാണ് കഥയുടെ ഗതി മാറുന്നത്. പാവകൾ നിർമ്മിക്കുന്ന ഒരു സ്ത്രീയാണ് നളിനി. അവളിലെ കലാകാരിയെ അയാൾ തിരിച്ചറിയണം. പാവകളെ കാണുമ്പോൾ അയാൾ തിരിച്ചറിയാം. ആ ആവിഷ്കാരങ്ങളിലേക്ക് അവളുടെ ആത്മാവിഷ്കാരപരത കയർന്നിരുന്നതിനാൽ അയാൾ ആത്മാർത്ഥമായിട്ട് അവരുടെ ആ ഒരു കലാസൃഷ്ടി കണ്ടപ്പോൾ അതിനെ അഭിനന്ദിക്കുന്നുണ്ട്. മാദകമായ സുന്ദരശില്പങ്ങളെ നോക്കിക്കൊണ്ട് അയാൾ പറയുകയാണ് 4ഉം ഒന്നുപോലെ എന്നൊരഭിപ്രായം. 3 പാവകളാണ് അവൾ കൊണ്ടു ചെല്ലുന്നത്. പക്ഷേ എന്യൂമറേറ്റർ പറയുന്നത് എന്താണ്? 4ഉം ഒന്നുപോലെയെന്ന്. അപ്പോൾ ആ 4 ഏതാണ്? ഈ ജീവനില്ലാത്ത 3ഉം അതുണ്ടാക്കിയ ജീവനുള്ള 1ഉം അല്ല. അപ്പം 4ൻ്റെ മുഖം ഒരേപോലെ എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 4 ഒരുപോലെ ഇരിക്കുന്നതാണ് അത്ഭുതം എന്ന് എന്യൂമറേറ്റർ പറയുകയാണ്. ആ എന്യൂമറേറ്ററുടെ പാവകളെക്കുറിച്ചുള്ള സംഭാഷണം മനുഷ്യൻ്റെ ശരിക്കുള്ള അവസ്ഥകളെയാണ് പ്രതിഫലിക്കുന്നത്. അതായത് പുറം ലോകം കാണാത്ത ഒരാൾക്ക് എന്നും എൻ്റെ രൂപം എന്തോ അത് മാത്രമേ നിർമ്മിക്കാൻ കഴിയൂ. അതാണ് അവിടെ സൂചന നൽകുന്നത്. താനുണ്ടാക്കുന്ന പാവകളിൽ അവൾ തൻ്റെ വ്രണിതമായ അഭിമാനബോധത്തിൻ്റെ വീര്യം പകർന്നിട്ടുണ്ട്. തൻ്റെ അതൃപ്തമായ സ്ത്രീത്വത്തിൻ്റെ ആവേശങ്ങൾ ഊതിക്കയറ്റി അവൾ ആ മരപ്പാവകൾക്ക് ഓജസ് നൽകുകയാണ്, ഊർജം നൽകുകയാണ്. അവളുണ്ടാക്കിയ പാവകൾ ഓരോന്നും കോപത്തിനും അതുപോലെ വിലാസഭാവത്തിനും ഇടയിൽ, വെറുപ്പിനും സമർപ്പണത്തിനുമിടയിൽ ആടിക്കളിക്കുന്നവയാണ്. സ്വന്തം ഛായയിലുള്ള, അതായത് തൻ്റേതായ രൂപത്തിലുള്ള പാവകളെപ്പറ്റി നളിനി പറയുന്നുണ്ട്. ഇപ്പോൾ എനിക്കാരെയും പേടിയില്ല, ഞാനല്ലാതെ ആരെങ്കിലും ഉണ്ടെന്ന് തന്നെ എനിക്ക് വിചാരമില്ല. ഇപ്പം എനിക്കാരെയും പേടിയില്ല, ഞാനല്ലാതെ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് വിചാരവുമില്ല എന്ന് ഇവിടെ. അവിടെ അവിടെ സ്വത്വബോധം ഉടലെടുക്കുന്നതാണ് നമുക്ക്. ആ നളിനിയിലൊരു സ്വത്വബോധം ഉടലെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് എനിക്കാരെയും പേടിയില്ല, താൻ എൻ്റേതായ ഒരു രീതിയിൽ എനിക്ക് ജീവിച്ചു പോകാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു സ്വത്വബോധം ഉടലെടുക്കുകയാണ്. ഈ പാവകളെ വിറ്റിട്ടാണെങ്കിലും ആര് ജീവിക്കുന്നുണ്ട്? നളിനി ജീവിക്കുന്നുണ്ട്. മല്ലാർമേ എന്ന എഴുത്തുകാരൻ പറയുന്നത് വ്യഞ്ജിപ്പിക്കുന്നതാണ് കല എന്നാണ്. അതാണ് കല. ഇത് ഏറ്റവും സൂക്ഷ്മാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള കഥാകൃത്താണ് ആര്? കാരൂർ നീലകണ്ഠപിള്ള. കഥയിൽ ഇത്തരത്തിൽ താൻ നിർമ്മിച്ച തപസ് ചെയ്യുന്ന പാർവതിയുടെ പ്രതിമ കഥയുടെ അവസാനം നളിനി എന്യൂമറേറ്റർക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. ഉണ്ടാക്കുന്ന പ്രതിമകളെല്ലാം ആത്മരൂപങ്ങളായി പോകുന്നതിൻ്റെ വേദനയായിരുന്നു അപ്പോൾ ആർക്കുണ്ടായിരുന്നത്? നളിനിക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ജനസംഖ്യാ കണക്കെടുപ്പിൻ്റെ ഭാഗമായി ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടെ താൻ വരച്ച നളിനിയുടെ ചിത്രം അയാൾ ആർക്ക് സമ്മാനിക്കുന്നു? എന്യൂമറേറ്റർ നളിനിക്ക് സമ്മാനിക്കുന്നു. ഈ പാവകളൊക്കെ കൊടുത്തിട്ട് പിന്നെ ഒരു തപസ് ചെയ്യുന്ന പാർവതിയുടെ പാവ ഈ എന്യൂമറേറ്റർക്ക് നളിനി സമ്മാനമായിട്ട് കൊടുക്കുമ്പോൾ പകരം നളിനിക്ക് അയാൾ കൊടുക്കുന്നത് എന്താണ്? ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടയിലിരുന്നു കൊണ്ട് നളിനിയുടെ ഒരു ചിത്രം വരച്ചിട്ട് അത് നളിനിക്ക് സമ്മാനിക്കുകയാണ് എന്യൂമറേറ്റർ. തപസ് ചെയ്യുന്ന പാർവതിയുടെ പ്രതിമ സ്വത്വത്തിനും തിരഞ്ഞെടുക്കലിനും സ്വാതന്ത്ര്യത്തിനുമുള്ള സ്ത്രീയുടെ അവകാശമായി മാറുന്ന ചിത്രം വരച്ചിടുന്നുണ്ട്. സ്വത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതിരോധങ്ങൾ ആ തപസ്സിലുണ്ട്. ആരുടെ? നിർമ്മിച്ച പാർവതിയുടെ തപസ്സിലുണ്ട്. അടിച്ചമർത്തപ്പെട്ട അഭിലാഷങ്ങളുടെ ആവിഷ്കാരത്തിലൂടെ വ്യക്തമായ ജീവിത ചിത്രങ്ങൾ നൽകുകയാണ് നമ്മുടെ കഥാകൃത്ത് ചെയ്യുന്നത്. സ്ഥിതിവിവരക്കണക്കുകളുടെ യാന്ത്രികതകൾക്കിടയിലും അവളിലെ കലാകാരിയെ തിരിച്ചറിയാൻ കഴിഞ്ഞതിൻ്റെ സമ്മാനമായിരുന്നു അയാൾക്ക് നളിനിക്ക് കൊടുത്ത നളിനിയുടെ ചിത്രം.
കഥ എങ്ങനെയാണ് അവസാനിക്കുന്നത്? എങ്ങനെ? അയാൾ അടുത്ത വീട്ടിലേക്ക് നടന്നു പോകുക. അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? കണക്കെടുപ്പിന് ഒരു വീട്ടിൽ വന്നെടുത്ത് അപ്പോൾ അടുത്ത വീട്ടിലേക്ക് അയാൾ നടന്നു പോവുകയാണ്. ഹൃദയത്തിൽ വീണക്കമ്പി മീട്ടിയാലുണ്ടാകുന്ന നാദം പ്രതിധ്വനിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ അയാളുടെ മനസ്സിലാ ചിന്തയാണ്. അങ്ങനെയല്ലേ നമ്മളിപ്പോൾ കണക്കെടുപ്പാൻ അല്ലെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്ന കാര്യം നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളെ മനസ്സിൽ അത് തന്നെയല്ലേ ഇങ്ങനെ ഉദയം ചെയ്ത് വരിക. അപ്പോൾ അതാണ് ഇവിടെ ആർക്കും സംഭവിക്കുന്നത്, എന്യൂമറേറ്റർക്കും സംഭവിക്കുന്നത്. മരപ്പാവകൾ നിർമ്മിക്കുന്ന യുവതിക്ക് അവളുടെ സ്വന്തം മുഖം പോലും അറിയില്ല, ഒന്നും അറിയുന്നില്ല. എന്നാൽ അങ്ങനത്തെ ജീവിതമാണ് ആ സ്ത്രീക്കുള്ളത്. അവളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന അജ്ഞാതനായ ചെറുപ്പക്കാരനോ അയാൾക്കും അവിടെ യാതൊന്നും അറിയില്ല. ഇവിടെ കഥ പുതിയൊരു മാനത്തിലേക്ക് ഉയരുകയാണ്. സ്വാഭാവികമായി പൊതുജനത്തിൻ്റെ അവനവനിലേക്ക് ഒതുങ്ങിക്കൂടാനുള്ള അതായത് അവരിലേക്ക് തുറക്കുന്ന വാതിലുകളെല്ലാം അടച്ചുകൊണ്ട് ജീവിക്കുന്ന നമ്മളിലെ ആ ഓരോ മനുഷ്യരിലെയും സ്വത്വബോധത്തെ സൂചിപ്പിക്കുന്ന ഒരു കഥയാണിത് ഈ മരപ്പാവകൾ എന്ന് പറയുമ്പോൾ മനുഷ്യൻ അങ്ങനെയാണല്ലോ, എല്ലാം തന്നിലെ ഒതുക്കി 4 ഭാഗം അതിൽ കയറ്റി താൻ മതി എനിക്ക് ഞാൻ എന്നുള്ള ഒരു ചിന്ത. അപ്പം ഇവിടെ നളിനി അങ്ങനെ അല്ലെങ്കിലും എന്താണ്, പുറം ലോകത്തുമായിട്ടൊരു ബന്ധവുമില്ലാതെ കുറേ കാലങ്ങളായിട്ട് ഭർത്താവിന് മരിച്ചിട്ട് വിധവയായിട്ട് ജീവിക്കുന്ന ആ സ്ത്രീക്ക് പിന്നെ പുറം ലോകവുമായിട്ടൊരു ബന്ധമില്ലാതെ 23 വയസ്സല്ലേ ആയിട്ടുള്ളൂ, അങ്ങനെ ജീവിക്കുകയാണ്. അപ്പോൾ അവളെ അല്ലാതെ ആ സ്ത്രീക്ക് മറ്റൊന്നും അറിയില്ല എന്നൊരു അവസ്ഥ. കൂടാതെ ശില്പിയുടെ കഥ എന്ന നിലയ്ക്ക് ശില്പം തന്നെ പലതരത്തിലാവുന്നതിൻ്റെ കഥാപരമായ സവിശേഷതകൾ നൽകുന്നുമുണ്ട് കാരൂരിൻ്റെ മരപ്പാവകൾ എന്ന കഥ. ഇതൊന്നും കൂടാതെ ലോകം മുഴുവൻ കലയെക്കുറിച്ച് നടത്തിയ സൈദ്ധാന്തിക നിരീക്ഷണങ്ങളെയും ഈ കഥ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. ഇത്രയാണ് നമ്മളുടെ കഥയെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ കേട്ടോ. അതായത് നമ്മുടെ ഈ യൂണിറ്റ് മരപ്പാവകൾ എന്ന ആ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ മൊത്തത്തിലുള്ളൊരു സാരം അതാണ്. ഓക്കെ, ഇപ്പോൾ അവസാനിച്ചു. ഇനി അടുത്ത യൂണിറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ്.